ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കവല വാർഡിൽ രാജേന്ദ്രൻപടി ഭാഗത്ത് മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നു. നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽ കടുത്തതോടെ കുടിവെള്ളം പാഴാക്കാതെ സംരക്ഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർ മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുകയാണ്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കവല വാർഡിൽ രാജേന്ദ്രൻപടി ഭാഗത്താണ് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇലിപ്പുലിക്കാട്ട് പറഞ്ഞു. നമ്മുടെ നിരവധിയായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇതിലെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. പക്ഷേ ഇപ്പോൾ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ഈ പൈപ്പ് പൊട്ടി 3 മാസത്തോളമായി ഇത് പൊട്ടി ഒഴുകിയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും വാട്ടർ അതോറിറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥന്മാരോ മെയിൻ്റനൻസ് വിഭാഗമോ തയ്യാറായിട്ടില്ല. പല പ്രാവശ്യം നമ്മൾ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നാഥനില്ലാത്ത ഒരു കളരിയായിട്ട് വാട്ടർ അതോറിറ്റി മാറിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വാർഡിലെ പല ഭാഗത്തും എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. പാവപ്പെട്ട ആളുകൾ 6000, 7000, 8000 രൂപ മുടക്കി വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ എടുത്തു. ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം പോലും എത്താത്ത വീടുകളാണ് 90% വീടുകൾ. ആ വീട്ടിലെ ആളുകൾക്ക് കുടിവെള്ളത്തിന് പൈസ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം നോട്ടീസ് അയച്ചു. നമ്മൾ വാട്ടർ അതോറിറ്റിയെ വിളിച്ച് പറഞ്ഞു ഇവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല, ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടന സമയത്ത് മന്ത്രി വന്നു. മന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തു. മന്ത്രി വന്നേരം നമ്മളോട് മൈക്കിൽ കൂടെ നമ്മളോട് പറഞ്ഞു, കുടിവെള്ളം കിട്ടാത്ത ഒരാളും പൈസ അടയ്ക്കത്തില്ല, അതിൻ്റെ പേരിലുള്ള നടപടിക്ക് ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷവും അവരുടെ പേരിൽ RR റവന്യൂ റിക്കവറിക്ക് ഇരട്ടിയാർ വില്ലേജ് ഓഫീസിൽ നിന്ന് എല്ലാ ആളുകൾക്കും നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക. ഇതിനൊരു നടപടി ഉണ്ടാകണം. ഓരോ ദിവസവും കുടിവെള്ളം പമ്പ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പൊതുനിരത്തിൽ പാഴാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഞാനിവിടെ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് വാതക്കെ തന്നെ പൈപ്പ് തൊട്ട് 3 മാസത്തിലധികം ഇത് വാട്ടർ അതോറിറ്റി അറിയിക്കുകയും അവിടെ വന്ന് ഇവിടെ മെയിൻ്റെയിൻ ചെയ്യുന്ന സാബു എന്ന് പറഞ്ഞ അവിടെ വന്ന് നോക്കുകയും ചെയ്തു. ആ ദിവസം ഇത് വന്ന് കണ്ടിട്ടും ഈ നിമിഷം വരെ ആർക്കും ഒരു പ്രയോജനമില്ല. മാത്രമല്ല ഈ മുകൾ ഭാഗത്ത് ആർക്കും വെള്ളമില്ലാതിരിക്കുകയും ഈ വെള്ളം അങ്ങനെ പൊട്ടി ഒഴുകി പോവുകയും ഈ റോഡ് നശിപ്പിച്ചു. നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും ഇതുവരെ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 1 മാസമായി പറയാൻ തുടങ്ങിയിട്ട് വെള്ളം പൊട്ടി ഒഴുകുന്നു, ചേട്ടാ ഇത് തന്നെ ചെയ്യണം 1 മാസമായി പറയാൻ തുടങ്ങിയിട്ട്. റൈച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു, 1 മാസമായി പറയാൻ തുടങ്ങിയിട്ട്. വാട്ടർ അതോറിറ്റിയുടെ ഇരട്ടിയാർ നോർത്ത് പമ്പ് ഹൗസിൽ നിന്നുമാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇരട്ടിയാർ ഡാമിൽ നിന്നും വെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് വീടുകളിൽ എത്തിക്കുന്നത്. വേനൽ കടുത്ത സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പിലും കുറവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുന്നത്.